വിയാലന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത്തിരി ക്ഷീണമുണ്ട് മുഖത്ത്. അത് നമ്മൾ കുറച്ച് ആഘോഷത്തിൻ്റെയൊക്കെ പരിപാടിയായിട്ട് ഇങ്ങനെ രാത്രി ഉറക്ക കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഒരു വർഷം കൂടിയിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരനെ ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിക്കാരനാണ്, ഇടുക്കിക്കാരനാണ്, പക്ഷേ ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പം എനിക്ക് എൻ്റെ നെറ്റീവ് പ്ലേസ് പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതായി തീർന്നു ചങ്ങനാശ്ശേരി. അപ്പോൾ ഒരു വർഷം കൂടി കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്നും. അപ്പം നമ്മൾ ഇന്നിപ്പം ഇത് കഴിഞ്ഞുകൊണ്ട് കേട്ടോ പോകണം. അപ്പം നമ്മൾ കട ഇന്നിപ്പം ഇവിടെ നിൽക്കുന്ന കുഞ്ഞ് ഇന്ന് ലീവായിരുന്നു. സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്ന് ലീവാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് കടയൊക്കെ തുറന്നു. അപ്പം അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നു. അതായത് ഞാൻ തുറക്കണമെന്ന് പറഞ്ഞു ഇവള് നിർബന്ധിച്ച് നടന്നതാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇന്നലെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിനിപ്പം ഷോപ്പ് അതായത് നിങ്ങൾ കണ്ടല്ലോ ഇന്റീരിയറൊക്കെ മൊത്തം ചേഞ്ച് ചെയ്തോടെ ഇപ്പം കൂടുതൽ ആൾക്കാർക്കും പുറത്തൊന്നും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ സാധനം ഉണ്ടെന്ന്. അപ്പോൾ അത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് പുതിയ കടയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം പറയേണ്ടെന്ന് നമ്മൾ ആലോചിച്ചാണ്, പക്ഷെ പറയാതെ, അതായത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ലൂപ്പിലൂടെ ഇങ്ങനെ ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പ്രകോപിപ്പിക്കുക, നമ്മൾ ചാനലിൽ വന്ന് പറയുക, അത് പ്രകാരം വേറെ 2 ചാനലുകാർ ആ റീച്ച് അവർക്ക് കുറയുമ്പോൾ വീണ്ടും നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുക എന്നൊരു, അതായത് സിമ്പതി വാങ്ങിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ആ ഒരു ലൂപ്പിൽ നമ്മളും അകപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ സന്തോഷമായിട്ട് പോകുന്നു, നമ്മൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോൾ പോകുന്നു. അപ്പം ഇന്നിപ്പോൾ രാവിലെ കടയൊന്ന് തുറന്നപ്പോഴേക്കും ഒരു ഫസ്റ്റ് കസ്റ്റമർ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ ഉപ്പറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു നമ്മളവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെല്ലണം, നമുക്ക് ഒരു ദിവസം തന്നേക്കുവാണ്, ഇന്ന ദിവസം വരണമെന്ന്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്, പിന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ പറയാൻ വന്നാൽ ഇതൊന്നും നമ്മൾ ഇനി നമ്മുടെ ചാനലിൽ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നത് പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ നെഗറ്റിവിറ്റീസ് ഒക്കെ നമ്മൾ പറയേണ്ട സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ഇതുപോലെ പറയിപ്പിച്ച് ആ ഒരു ടാറ്റിക്സ് തന്നെയാണ് പിന്നെയും ചെയ്യുന്നത്. എനിക്കെതിരൊരു കള്ളക്കേസ് അല്ലെങ്കിൽ ഒരു ആരോപണം വരുമ്പോഴാണ് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ അമ്പിളി ചേച്ചീനെയൊക്കെ ആണെങ്കിലും പേഴ്സണലി വളരെ വൃത്തികേടുകൾ പറഞ്ഞപ്പോഴാണ് ഞാനും പല കാര്യങ്ങളും പലരെ കുറിച്ച് പറയേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഫോഴ്സ്ഫുള്ളി കുത്തി പിന്നെയും നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് അതിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഹാപ്പി ആയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതേണ്ട ഇത്രയും ദിവസം കൊടുക്കാതിരുന്നിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ പോയിരുന്നിട്ട് വിളിപ്പിച്ചേക്കുക, നമ്മളവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെല്ലണം, നമുക്കെതിരെ കേസ് കൊടുത്തേക്കുക, പരാതിയായിട്ട് പോയേക്കുക. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നത് ആ വ്യക്തികളോട്, കാരണം അവരെല്ലാം എന്നെ ബ്ലോക്ക് ആക്കി വിട്ടേക്കുക, എനിക്ക് അവരെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പിൽ ഇനി ഞാൻ പെട്ടുപോകത്തേ ഇല്ല, എനിക്ക് അതിനകത്ത് യാതൊരു താല്പര്യവും ഇല്ല. നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ് വിട്ടേക്കുന്നതാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് യാതൊരു കാര്യവും സംസാരിക്കത്തില്ല. ഇത് നിങ്ങളെ പേടിച്ചിട്ടോ എന്തിനും പേടിച്ചില്ല. എനിക്ക് നിയമത്തിൽ പേടിയുണ്ട്, പക്ഷെ നിങ്ങളെ പേടിച്ചിട്ടില്ല. എനിക്ക് സമാധാനമായിട്ടുള്ളൊരു ലൈഫാണ് വേണ്ടത്. ആ ഒരു ലൂപ്പിൽ പെട്ട് നിങ്ങൾക്ക് റീച്ച് കുറേ കിട്ടുന്നു, അതിൽ നിന്ന് നിങ്ങൾ പിന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വെറുതെ വിട്ടേക്ക്, ഞങ്ങളുടെ ലൈഫായിട്ട് പോകട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത്, നമ്മുടെ വീഡിയോ കാണുന്നവർക്കും സന്തോഷമാണ് വേണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ അവരെയും മാനിക്കുന്നുണ്ട്, കാരണം നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും വന്ന് പിന്നെയും സംസാരിച്ച്. ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാനേ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്തിൻ്റെ ഭാഗത്ത് സ്പേസ് ഫുള്ളായിപ്പോയി കേട്ടോ. അപ്പം എന്തിൻ്റെ പേരിലാണോ വിളിച്ച് എന്തിനാണോ അത് നമ്മൾ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടി തയ്യാറാണ്. പക്ഷെ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് ആവശ്യമില്ലാതെ അനാവശ്യം, എൻ്റെ ഇവിടെ 8ാം മാസത്തിൽ ഗർഭിണിയായിരുന്നപ്പോൾ പോലും ഉൾപ്പെടെ എല്ലാ കാര്യത്തിനും ഒരുപാട് തവണ ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് എന്താണോ അത് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ ജസ്റ്റ് പറഞ്ഞു വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരെ വിഷമിപ്പിക്കാനായിട്ട് ഈ ഒരു ടോപ്പിക്ക് പിന്നെ ഞാൻ എടുത്തിടുന്നതല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഈ ലൂപ്പിൽ ഞാൻ ഇനിയും പോകത്തില്ല എന്ന് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കണം. അതേപോലെ ആ കൊടുത്തവരുടെ ഉദ്ദേശത്തിലോ അവർക്കും ഒരു മറുപടി കൊടുക്കണം. അതുകൊണ്ട് മാത്രം ഒരു മറുപടി ആയിട്ട് മാത്രം എടുത്താൽ മതി. അത് ഈ പരാതി കൊടുത്തവർക്കും ഒരു ദേഷ്യം വേണ്ട, ഞാൻ ഇത് പറഞ്ഞതിൻ്റെ പേരിലും ആർക്കും ഒരു ദേഷ്യം വേണ്ട കേട്ടോ. ഞാൻ എന്താണോ അതാണ് ഈ കാണിക്കുന്നത്, അപ്പോൾ എന്താണോ ഞാൻ അങ്ങനെയാണ്. ഞാനൊരു മകനായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവായിട്ട്, നല്ല 2 കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ട് മുന്നോട്ട് സമാധാനപൂർവ്വമായിട്ട് എനിക്ക് പോകണം എൻ്റെ ജീവിതം. അതിന് നമ്മളെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ആരോടുള്ള അപേക്ഷയായിട്ടാണെങ്കിലും നിങ്ങൾ കണ്ടു, ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. 27ാമത്തെ വയസ്സിൽ ഒത്തിരി അനുഭവിച്ചു. എനിക്കിനി മുന്നോട്ട് ഇതുമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ആവശ്യമില്ലാത്ത അനാവശ്യ കേസുകളും വെട്ടുകേസുകളും കാര്യങ്ങളുമൊക്കെ
ആയിട്ട് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഞാൻ ഇപ്പോഴും ഓടി നടക്കുന്നു അലച്ചിൽ. ഇനിയും ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടേക്ക്, ഞങ്ങൾ നിങ്ങളുടെ പുറകെ ഒന്നിനും ഇല്ല. പിന്നെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ കേസോ പരാതിയോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ മാത്രം കൊടുത്തു. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെ പേര് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യേനും ബാക്കിയുള്ളവരെയൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ പേര് കൊടുത്തു. ഞാൻ എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങാൻ വേണ്ടി തയ്യാറാണ്. ഇപ്പോഴും കയറി ഇറങ്ങുന്നു അനാവശ്യമായിട്ട്. വെറുതെ വിട്ട് നമ്മൾ നമ്മുടെ ഹാപ്പി ലൈഫായിട്ട് പോവുകയാണ്. നമുക്ക് എന്തായാലും ഇതൊന്നും നെഗറ്റീവ് ആകുന്നില്ല. നമുക്ക് ഇന്നത്തെ അടിപൊളി ഒരു വീഡിയോ ആണ്. നമുക്ക് മുന്നോട്ടുള്ള ലൈഫേ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ പോകണം. നേരെ വീഡിയോ ഇടും അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആ ഒരു സൈഡിലോട്ട് തട്ടി വിട്ടിട്ട് നമ്മൾ മുന്നോട്ട് കയറിപ്പോവും. യെസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടും. വീഡിയോയുടെ മുമ്പ് ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടുണ്ട്. അതായത് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ കൂടുതൽ ഇപ്പൊ എല്ലാവർക്കും സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതെല്ലാം കമ്പ്യൂട്ടറിലും ഒക്കെയാണ്. അപ്പം എനിക്കാണെങ്കിലും പേഴ്സണലി എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം തലവേദന, അങ്ങനെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ആണ് മൊത്തത്തിൽ. അപ്പം മൈഗ്രെയിൻ ഉള്ളവർക്കും ഇങ്ങനെ സ്ക്രീൻ ടൈം കൂടുതലുള്ളവർക്കും ഒക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ട് അഗാരോ ഇറക്കി വയ്ക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അഗാരോയുടെ ഇത് ഐ മസാജർ ആണ് കേട്ടോ. സുപ്രീം എന്ന് പറയുന്ന ഐ മസാജർ ആണ്. അപ്പൊ ഇത് നമ്മളിപ്പം 2 ആഴ്ചയായിട്ട് ഉപയോഗിച്ചു വരുന്നു. നല്ല റിലീഫാണ്. അപ്പൊ എന്റെ കണ്ണ് നിങ്ങൾ പലപ്പോഴും വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഭയങ്കര റെഡിഷ് ആയിട്ട് കണ്ടിന്യൂസ്ലി സ്ക്രീനിൽ നോക്കിയിരുന്നു. ഭയങ്കരമായിട്ട് കണ്ണിന് ബുദ്ധിമുട്ടായിട്ട്, കണ്ണ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു കണ്ണൊക്കെ ആയിരിക്കും കൂടുതൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചുമന്നിരിക്കുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഇപ്പൊ എനിക്ക് മാറി വരുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു റിലീഫ് ഉണ്ട്. ഇത് നമുക്ക് അതിന് മാത്രമല്ല, നമ്മളിപ്പോ കിടക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്കൊരു വേറൊരു യൂണിവേഴ്സിലോട്ട് പോകാം കേട്ടോ. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ച് മോഡ്, അതായത് 5 മോഡ്സ് ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം. ഇതിപ്പോ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. തലവേദന എടുത്തുകൊണ്ട് ഉപയോഗിക്കും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്താണ്. ഇതിന് മേളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, സേഫ്റ്റിക്ക് വേണ്ടി. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവേ, അല്ലെ കാണിച്ചു തരാം. അപ്പൊ ഒരു യൂസർ മാനുവൽ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇതിനകത്ത് ഇവരുടെ അഗാരോയുടെ എല്ലാ പ്രൊഡക്ട്സും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ യൂസർ മാനുവലിൽ അത്യാവശ്യം കുറെ ഐറ്റംസ് ഉണ്ട് ഈ ഒരു ബ്രാൻഡിന്. അപ്പോൾ നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ അഗാരോ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. കാരണം ഒരുപാട് പ്രൊഡക്ട്സ്, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇതിൽ അവൈലബിൾ ആണ്. അതാണ് ഒരു പ്രത്യേകത. അപ്പം ഇതിനകത്ത് ഇതിലൊരു സീപോർട്ട് ചാർജർ ഉണ്ട് കേട്ടോ. ഇതാണ്. ഞാൻ കവർ ഒന്നും പൊളിച്ചിട്ടില്ല, കാരണം വീഡിയോ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അഗാരോയുടെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് കൺട്രോൾസ് കാര്യങ്ങൾ, പവർ, പിന്നെ ഇത് കംപ്രഷൻ ആണ്. നമുക്കിങ്ങനെ അത് വെച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാൻ സാധ്യത. കംപ്രഷൻ, അതേപോലെ ടെമ്പറേച്ചർ ഉണ്ട്. നമുക്ക് ഹീറ്റ് കൊടുക്കാം, അതേപോലെ ലോ ഹീറ്റ് കൊടുക്കാം, ലോ ടെമ്പറേച്ചർ കൊടുക്കാം, ഹൈ ടെമ്പറേച്ചർ കൊടുക്കാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ്. പിന്നെ ഇതിനകത്തൊരു മ്യൂസിക്കും വരുന്നുണ്ട് കേട്ടോ. മ്യൂസിക് എന്ന് വെച്ചാൽ ചെറുതായിട്ട് നമുക്ക് ഒരു റിലാക്സിങ്, ഇതിനകത്ത് ആ ഒരു മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്. ഭയങ്കര ഇതിനകത്തൂടെ പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാർക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇത് വെക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാം കേട്ടോ. അതേപോലെ അതിനകത്ത് ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ബ്ലൂടൂത്തിന്റെ സെക്ഷനിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ഇത് കാണിക്കും, മസാജർ കാണിക്കും. അതിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്, നമുക്ക് ഇതിനകത്തെ ട്യൂൺസ് മാത്രമായിരിക്കുമല്ലോ ഇഷ്ടമാവുന്നത്. കുറച്ചുകൂടെ റിലാക്സേഷൻ കിട്ടുന്ന ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റിലുള്ള നമ്മുടെ ലാംഗ്വേജിലുള്ള സോങ്ങുകൾ നമുക്ക് ഇതിനോടൊപ്പം കേട്ട് നമുക്ക് മസാജിങ് ചെയ്യാം കേട്ടോ. അതും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് 5 മോഡ്സ് ആണ് കേട്ടോ വരുന്നത്. 5 മോഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 5 മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇത് ഓൺ ആക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബ്ലൂ ഇതുണ്ട്. യെസ്, ഓൺ ആകുമ്പോൾ ഒച്ചയ്ക്ക് കേൾക്കാം കേട്ടോ. ഇപ്പൊ സോഫ്റ്റ് മോഡിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേണ്ടേ സോഫ്റ്റ് മോഡില് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കംപ്രഷൻ ഇതിനകത്ത് കണ്ടോ. ഓരോ മോഡ്സും ഇങ്ങനെ ടാപ്പ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണ്ട ഇങ്ങനെ ഒരു എലാസ്റ്റിക് ബാൻഡ് ആണ് കേട്ടോ വരുന്നത്. അതാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം തലയ്ക്ക് വലിപ്പമുള്ള, എന്റെ തലയൊക്കെ ഭയങ്കര പൊണ്ണ തലയാണ്. അപ്പൊ എനിക്ക് അത്യാവശ്യം വലിപ്പം കൂടുതൽ വേണം കേട്ടോ. കുഞ്ചസിന്റെ വലിപ്പത്തിനായി ഇപ്പൊ ഇട്ടേക്കുന്നത്, ചെറിയ വലിപ്പം മതി. വാവ്, കംപ്രഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ കണ്ണിന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ നമുക്ക് ആ പ്രഷറൊക്കെ നമുക്ക് വീർത്ത് വരത്തില്ല. അതുപോലെ വീർത്ത് വെച്ച് ചൊങ്ങിങ്ങനെ പോകും. പക്ഷെ നമുക്ക് കണ്ണിനൊന്നും വലിയ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്ന മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫർട്ടാണ്. അയ്യോ, നല്ല സുഖമാണ് കേട്ടോ. ഓ, രക്ഷയില്ല. അതിനകത്ത് ഒരു കുഞ്ഞു മ്യൂസിക്കുകൾ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ.
ഇത് 15 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒരു മോഡ് ഇട്ടാലും വർക്ക് ആവും കേട്ടോ. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അങ്ങനെയാണ് ഓരോ മോഡിലും കേട്ടോ. നമുക്കിപ്പോൾ കിടക്കുമ്പോൾ സ്ലീപ്പ് മോഡ് ഇടാം, വേക്കപ്പ് മോഡ്, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. നമ്മൾ എണീറ്റ് വരുമ്പോൾ ഉപയോഗിക്കാവുന്ന മോഡ്, അങ്ങനെയൊക്കെ കുറെ മോഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമാണ്, ഓരോന്നിനും ഓരോ രീതിയാണ്. നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ പവർ ബട്ടണിൽ അപ്ലൈ ചെയ്താൽ ഇതായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ സ്ലീപ്പ് മോഡാണ്. വേക്കപ്പ് മോഡിന് ഇങ്ങനെ ജസ്റ്റ് ഒരു വൈബ്രേഷനും ഒരു മ്യൂസിക്കും. അതായത് ഇത്രയും ഭാഗം ഫുള്ള് നമ്മുടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. കൊള്ളാം. അറിയാൻ പറ്റുന്നുണ്ടോ? ഹീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ണിലോട്ട് ആവശ്യത്തിനുള്ള കൊടുക്കുക. നല്ല ഫീലാണ്. എവിടെയാ ഇപ്പൊ ഏത് ലോകത്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര റിലാക്സേഷൻ ആണ്. എസ്പെഷ്യലി മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. വാവ്, ഒരു രക്ഷയില്ല. ഫ്രീ ആയിട്ടിരിക്കുമ്പോ കൊള്ളാം. കണ്ണിനൊരു പ്രത്യേക ഒരു ഫീല് വരുമ്പോഴത്തേക്കും. കണ്ണിൽ കാണാനായിട്ടുണ്ടോ? കൊള്ളാം കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിലാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് വരുന്ന ഈ ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്. നല്ല സോഫ്റ്റ്. കണ്ണിന് നമുക്ക് യാതൊരു വിധത്തിലൊരു ഡാമേജോ കാര്യങ്ങളോ വരത്തില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇതിന്റെ അകത്തെ ഒരു പ്രൊഡക്റ്റും കൊടുത്തേക്കുന്നത്. കാരണം അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേണ്ട ഇവിടെ ഇങ്ങനെ മടക്കുന്ന അവിടെയാണ് വരുന്നത് ഇപ്പൊ ചാർജിങ് വരുന്നത് കേട്ടോ. അത് നമുക്ക് ഈ കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ കേബിൾ ഓൾറെഡി ഉണ്ട്, അത് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് വെച്ചും ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്. ഒരു രക്ഷയില്ല. അപ്പം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ മേടിച്ച പ്രൈസിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനും കുറവിലായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. അപ്പോൾ അതിനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഒരെണ്ണയിലും മേടിച്ച് വെക്കുക അല്ലേ. മേടിച്ച് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം അടിപൊളി പ്രൊഡക്റ്റ്. ഞാൻ ഇതിനും എന്തായാലും 10 out of 10 തന്നെ കൊടുക്കും. കാരണം അത്ര റിലാക്സേഷൻ ആണ്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മേടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരെ പോയി മേടിച്ചു. നേരെ വീഡിയോ കേട്ടോ. നമ്മുടെ ഫോണേ ഇതിനെ ഒറ്റയ്ക്ക് നടന്ന പോലെ ആരും ഇല്ലേ? ഒറ്റയ്ക്ക് ഇതില്ല. അല്ലല്ല ദൈവമേ. ഭയങ്കര ഇളക്കം കേറി വന്നോ കേട്ടോ. സൈലന്റ് ആയി. എന്നാ പറ്റി? ചേട്ടായി കണ്ടിട്ട് കുറെ ദിവസമായില്ല. അതായിരിക്കും. അതാ ഇങ്ങനെ പാത്തടാ. അവന്റെ ഇരുന്നിട്ട് ഇങ്ങനെ പാത്ത വന്ന സാറ്റർഡേ ആയിരുന്നു അല്ലേ? എവിടെ എവിടെ ആന വരുമെന്ന് ഇങ്ങോട്ട് നോക്കി. 5 ആന വരും. 5 ആന വരും. 5 ആന. ഒച്ചയിട്ട് തന്നോ? മോനെ ഈ മാമൻ എവിടുന്ന് വന്നു മോനെ? ഇടയ്ക്ക് മുങ്ങും മോനെ. നേരെ കട ജമ്പ് ചെയ്തു മോനെ. വരുന്ന വഴിക്ക് ചന്ദ്രത്തിനത് ഈ ചന്ദ്രൻ തൊട്ട് ആരെന്ന് എനിക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. പണ്ട് തൊട്ട് ഞാൻ
ഒന്ന് ചെറുതാക്കണം. ഞാൻ ചെറുതാക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല. കറക്റ്റ് ഒരു കുരു വന്നിട്ടുണ്ട്. ആ ഒരു കുരു ഒന്നുമില്ല, എന്തോ കടിച്ചു നിന്ന് വെളിയിലായിരുന്നായിരിക്കും. നീ ഒന്ന് ശ്വാസം വിട്ടേ. ഹലോ, മാമിയാണോ? ലച്ചു, ലച്ചു. ആരാ ചിതിത? ഇതെന്താ? നമുക്ക് ഫ്രണ്ടിലൂടെ ഒരു മ്യൂസിക് ആയാലോ? അറിയത്തില്ല. വർത്താനം പറയുന്ന സുഖമാണോ? പഴം വേണമെന്ന് ചോദിക്കും. പാപ്പം വേണോ? ലച്ചൂട്ടിയുടെ പാപ്പം വേണോ? ഇനി ലച്ചൂട്ടി പറ. ഹലോ അയ്യോ, ആ ലേച്ചു ലേച്ചു പറ. അച്ഛയുടെ പേരെന്നാ? ആ സുരേച്ച. അവനെ കൂത്താതെ കടിക്കും. ചാച്ചമ്മ കടിക്കും. അത്തമ്മ കടിക്കുവേ. ആന വരും ഇപ്പഴേ. ഇങ്ങോട്ട് പിടിക്കുക. അപ്പൊ എന്നിട്ട് പറ. പറ. ലച്ചുമ്മന്റെ പേരെന്നാ? ചേച്ചിമ്മന്റെ ഡാൻസ്. ഓളായി ഓളായി. ഇറങ്ങ ഇറങ്ങ. വേണ്ട കോഞ്ഞെ, ഇപ്പൊ പറത്തി വീഴമ്മ, പിന്നെ മേടിച്ചോളാം. ഹലോ, എന്റെ അമ്മോ, ഇത് ചന്ദനം ഒരേ വലിപ്പത്തിലുള്ള ആൾക്കാര്.